Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ തന്നെയാണ്. ഒരുപാട് ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നുമല്ല ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള നല്ല ഫോളോവേഴ്സിനെ തന്നെ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു കിഡ്ലൻ ട്രിക്ക് ആണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അതിനെ പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കമന്റ് ആണ്. മച്ചാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്ക് ഒക്കെ കൂട്ടാനുള്ള. എന്നിട്ട് മച്ചാൻക്ക് എന്താ ഫോളോവേഴ്സ് ഇല്ലാത്തതെന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്നെ റിയൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അറിയുന്നുണ്ടാവും ഞാൻ എപ്പോഴൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് എന്ന്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുള്ളൂ. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അധികം നേരം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കാറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ കാണുന്ന പലർക്കും ഞാൻ ചിലപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല, ചിലർക്ക് റിപ്ലൈ തന്നിട്ടുണ്ടാവും. തരാതിരിക്കുന്നത് മനഃപൂർവ്വമല്ല, എല്ലാവർക്കും കൂടി റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടൈം കിട്ടാറില്ല. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, കുറച്ചൊക്കെ പണിയുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടി ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇനി ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കേണ്ടി. നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. എന്തായാലും അപ്പം ഇനി റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നോട് തെറ്റൊന്നും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ റിപ്ലൈ തരാം, മാക്സിമം നോക്കാം. ഇനി ടൈം കിട്ടാത്തത് കൊണ്ടായിരിക്കും റിപ്ലൈ തരാത്തത്, അല്ലാതെ വലിയ ജാടൊന്നുള്ള ആളൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണക്കാരൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അധികം നേരം ആക്റ്റീവ് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി നിൽക്കാറുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 1K പോലും ആകാത്തവർക്ക് ഈസി ആയിക്കൊണ്ട് 1K ഒക്കെ ആക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ഫോളോവേഴ്സിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു സപ്പോർട്ട് പേജിനെയാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു സപ്പോർട്ട് പേജിന്റെ പേരെന്ന് പറയുന്നത് ഇൻസ്റ്റാ സൈബർട്രോൺസ് എന്നാണ്. ഈ ഒരു പേജിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമ്മുടെ അമൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്കൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടൊരു മച്ചാനാണ് അമൽ കൃഷ്ണന്. ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അവന്റെ ഒരു പേജാണ്. അതുപോലെ തന്നെ മല്ലു ടിപ്സ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെയും ആണ് ഈ ഒരു പേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരുവിധ കാരണവശാലും പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക, എങ്ങനെ ഫോളോവേഴ്സിന് കൂട്ടേണ്ടി, അതുപോലെ ഈ ഒരു ഗ്രൂപ്പിന്റെ റൂൾസുകളും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ ഈ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഞാൻ ലിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ പേജിലോട്ട് വരിക. ഇൻസ്റ്റാ സൈബർട്രോൺസ് എന്നാണ് ഒരു പേജിന്റെ പേര്. അപ്പോൾ ഇതിൽ അതാണ് ഇപ്പോൾ തന്നെ 4514 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു പേജ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഇതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന പോസ്റ്റ്, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോസ്റ്റ് കൂടെ കാണാൻ സാധിക്കും. ആ ഒരു പോസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ DP ആക്കി മാറ്റുക. നിർബന്ധമാണ്, അത് DP ആക്കി മാറ്റണം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതായത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ DP ആക്കി അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ആക്കി മാറ്റിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്പർ 1 ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഉള്ള റൂളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ഹൈലൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി ഹൈലൈറ്റ് എന്തെല്ലാമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവരുടെ പേജിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. മെൻഷൻ അറ്റിന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ പേജിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ ഒരു പേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഈ പേജിനെ ഫോളോ ചെയ്താൽ മതി. ഇതിലുള്ള ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിമാരൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പേജിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പേജിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഇട്ട 35 ആളുകളുടെ ഫോളോ ചെയ്യുക. അതായത് ഈ ഒരു പേജിന്റെ ഫോളോവേഴ്സ്, അതായത് നിങ്ങൾക്ക് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം, നിങ്ങൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് മാറ്റിയിരിക്കണം. ഈ ഒരു ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതാക്കി മാറ്റണം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഇതൊന്നും ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഞാനിവിടെ അതിനുശേഷം എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകും. ഒന്ന് ഇവിടെ ആക്കി വെക്കുകയാണ്. ഗാലറി ചെന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്രൊഫൈൽ ഫോട്ടോ ജസ്റ്റ് എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബയോയിൽ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ അറ്റ് എന്നത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു ഇൻസ്റ്റാ സൈബർട്രോൺ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ വേണം നിങ്ങൾ ആദ്യം ചെയ്യാൻ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോകേണ്ടത് നിങ്ങൾ നേരത്തെ ആ സൈബർ ഒറിജിനൽ പേജിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെല്ലുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇവരെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ ഫോളോവേഴ്സിലുള്ള ഫോളോവിംഗ് ആകെ 2 പേരുള്ളൂ, അത് ഇവരുടെ അഡ്മിനാണ്. അവരെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. ഇവരുടെ ഫോളോവേഴ്സിലുള്ള 4515 ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഫോളോ ചെയ്തപ്പോൾ എനിക്കിവിടെ ഫോളോവേഴ്സ് കൂടുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 1 വന്നിട്ടുണ്ട്. ഇനി ആദ്യം ഒരു ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളിപ്പോൾ ഇട്ടിട്ടുള്ള അതേപോലെ DP ഇട്ട കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും. സെയിം DP ഇട്ടവരെ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഏറ്റവും
ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ റെഡ് ഡീപ്പ് ഇട്ടിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഒരു 35 ആൾക്കാർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവരും കൂടി ഫോളോ ചെയ്യുമ്പോൾ 35 ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു 35 ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. സെയിം DP ആവണം. മറ്റ് DP ഇടാത്തവരൊന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. നിങ്ങളുടെ ആ ഒരു DP ഇടാത്തവർ ഫോളോ ചെയ്യേ വേണ്ട. നിങ്ങൾ ആ ഒറിജിനൽ നിങ്ങൾ ഇട്ടിട്ടുള്ള അതേ DP അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അവർ ഫോളോ ചെയ്താൽ മതി. പിന്നെ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ DP മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേജിൽ വന്നിട്ട് DP മാറിയാൽ ആ DP നിങ്ങൾ ചേഞ്ച് ചെയ്യും വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവരെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യുക, ഇവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാൻ 35 ആൾക്കാരെ ഫോളോ ചെയ്തപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ എനിക്ക് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ 35 പേരെ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഫോളോവേഴ്സ് തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഫോളോ ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ കുറച്ച് പേരെ ഫോളോ ചെയ്തു, അതിനുശേഷം കുറച്ച് ആളുകൾ നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും, അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾ അവർ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെയും തിരിച്ചൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോളോ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ അവർക്കും ഒരുപാട് ഫോളോവേഴ്സ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് കിട്ടും എന്ന് കരുതി നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സെയിം DP ഇട്ടവരെ മാത്രം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതായത് ആ ഗ്രൂപ്പിലുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സിന് കിട്ടുകയുള്ളൂ. അല്ല നിങ്ങളുടെ അവർ ഫോളോ ചെയ്യാതെ ഓരോ ജസ്റ്റ് നിങ്ങൾ മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിന് എണ്ണം കുറയും. അതായത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ 2 പേരെ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ ജസ്റ്റ് ഫോളോ ചെയ്യുകയാണ്. അതിൽ ഒരാളും വേറെ DP ഇട്ടിട്ടുള്ളത്, സെയിം DP ഇട്ടാൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അവനെ ഫോളോ ചെയ്യുമ്പോൾ അവൻ തിരിച്ച് എന്നെ ഇപ്പം തന്നെ ഫോളോ ചെയ്യുന്നതാണ്. കാരണം ആ DP കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാനാണ് ആൾ, ഈ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് എന്ന്. അപ്പോൾ ഉടനെ തന്നെ അവൻ തിരിച്ച് എന്നെ ഇങ്ങോട്ടേക്കും ഫോളോ ചെയ്യും. ഇങ്ങനെ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട്, ഈ ഗ്രൂപ്പിലുള്ളവർക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ, അല്ല ഓരോ മണിക്കൂറല്ല 15 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിനെ ഒന്ന് അൺഫോളോ അടിക്കുക. ഗ്രൂപ്പിനെ അൺഫോളോ അടിക്കണം. അൺഫോളോ അടിച്ചതിന് ശേഷം വീണ്ടും ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം എന്തെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ആദ്യം കിടക്കുന്ന 35 പേരെയാണ് നമ്മൾ അവരുടെ ഫോളോ ചെയ്തത്. ആ ഒരു ഗ്രൂപ്പിലെ ആദ്യം ഫോളോവേഴ്സിന്റെ ലിസ്റ്റിലുള്ള ആദ്യം 35 ആളുകളെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഈ ആദ്യം 35 നിങ്ങളുടെ പേര് വന്നാലേ ബാക്കിയുള്ളവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അൺഫോളോ അടിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് കയറി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് 238 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ 247 ഫോളോവേഴ്സ് ആയി. കുറച്ച് സമയം കൊണ്ടാണ് 247 ഫോളോവേഴ്സ് ആയത്. ഒരു 9 ഫോളോവേഴ്സോളോ ഇത്രയും പെട്ടെന്ന് 9 ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ടാണ്, 1 മിനിറ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇത്രയും ഫോളോവേഴ്സ് എനിക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ 15 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് ഒന്ന് അൺഫോളോ അടിക്കുക, എന്നിട്ട് വീണ്ടും ഫോളോ അടിക്കുക. ഇത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ, ഫോളോവേഴ്സിന് കിട്ടുകയുള്ളൂ. 15 മിനിറ്റ് കൂടുമ്പോൾ ആ ഒരു പേജ് ഒന്ന് അൺഫോളോ അടിക്കുക, ഫോളോ അടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓരോ മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള 35 ആൾക്കാരെ ഫോളോ ചെയ്യണം. ആ ഗ്രൂപ്പിൽ പുതുതായിട്ട് വന്നിട്ടുള്ള 35 ആൾക്കാരെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ ഗ്രൂപ്പിലുള്ളവർ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, എല്ലാത്തവരൊന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഇങ്ങോട്ടും അവർ ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സെയിം DP ആണെന്ന് തോന്നുന്നത് തിരിച്ചും ചെയ്യുക, അവരെയും ഫോളോ ചെയ്യുക. അങ്ങനെ പരസ്പരം നിങ്ങൾ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സിന് ഏൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവർ 2 യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് എങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ജസ്റ്റ് ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ പോയി ഫോളോവേഴ്സിനെ കൂട്ടിക്കോളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് വീഡിയോ. നാളെ മറ്റൊരു പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി മൊഹമ്മദ് സൈനിങ് ഔട്ട്.